നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കടുപ്പിക്കുക തന്നെയാണ് ഡൊണാൾഡ് ട്രംപ്. കൈവിലങ്ങുകൾ അണിഞ്ഞുകൊണ്ട് ഫോൺ അടക്കമുള്ള എല്ലാ വസ്തുക്കളും പിടിച്ചെടുത്തുകൊണ്ട് 300-ലധികം പേരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ നാടുകടത്തിയിരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പനാമയിലെ ഒരു ഹോട്ടലിൽ താൽക്കാലിക ഡിറ്റൻഷൻ സെന്ററാക്കി മാറ്റി അവിടെ താമസിപ്പിച്ചിരുന്ന 300-ലധികം പേരെയാണ് ഇപ്പോൾ നാടുകടത്തിയിരിക്കുന്നത് എന്നതാണ് വിവരം. ഇന്ത്യ, ഇറാൻ, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ചൈന തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇവരെന്നും പനാമയിലേക്ക് അമേരിക്ക ഇവരെ നാടുകടത്തുകയാണ് എന്ന സൂചനയടക്കമാണ് പുറത്തു വന്നിരുന്നത്. ഇവരിൽ ചിലരെ അതാത് രാജ്യങ്ങളിലേക്ക് അമേരിക്കയ്ക്ക് നേരിട്ട് അയക്കാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് എല്ലാവരെയും ഒരുമിച്ച് പനാമയിലേക്ക് നാടുകടത്തിയിരിക്കുന്നത് എന്നതാണ് വിവരം. പനാമയിലെ ഡിറ്റൻഷൻ സെന്ററിൽ കഴിയുന്നവർക്ക് അന്താരാഷ്ട്ര സംഘടനകളുടെ സഹായത്തോടെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോകാനുള്ള അവസരം ഒരുക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഡിറ്റൻഷൻ സെന്ററിലുള്ള 40% ആളുകളും സ്വമേധയാ മടങ്ങിപ്പോകാൻ തയ്യാറല്ലാത്തവരാണ് എന്നതാണ് പനാമ അധികൃതർ പുറത്തുവിടുന്ന വിവരം. സ്വന്തം രാജ്യത്ത് രക്ഷയില്ലെന്നും ഞങ്ങളെ സഹായിക്കണമെന്നും താമസിക്കുന്ന ഹോട്ടലിലെ ജനലുകളിൽ ഇവർ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതേസമയം ഇന്ത്യയിലേക്ക് 2 തവണയായി 200-ലധികം പേരെ അമേരിക്ക ഇത്തരത്തിൽ നാടുകടത്തിയിരിക്കുകയാണ്. ഇവരിൽ രണ്ടാം സംഘം കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഇന്ത്യയിലെത്തിയത്. എല്ലാവരെയും ബന്ദികളാക്കി തന്നെയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് എന്നത് വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയ ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യക്കാരെ ഏറ്റെടുക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് കുടിയേറ്റക്കാരെ വീണ്ടും നാടുകടത്തുന്ന നടപടിയുമായി അമേരിക്ക മുന്നോട്ടു പോകുന്നത്. രണ്ടാം ഘട്ട നാടുകടത്തലിൽ ഏകദേശം 119 ഇന്ത്യക്കാരെയാണ് തിരികെ എത്തിച്ചിരുന്നത്. ഇതിൽ 2 പേർ വധശ്രമ കേസിൽ പ്രതികളായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടെ അമേരിക്കയിൽ നിന്നും തിരിച്ചയക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലയിൽ ബന്ധിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറ്റ് ഹൌസ് പുറത്തുവിട്ടത് വളരെ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. വൈറ്റ് ഹൌസിന്റെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടിലൂടെയാണ് ഈ ദൃശ്യം പുറത്തുവിട്ടിരിക്കുന്നത്. ആളുകളുടെ കൈയിലും കാലിലും ചങ്ങല ബന്ധിപ്പിച്ച് വിമാനത്തിൽ കയറ്റുന്നതാണ് ഈ ദൃശ്യങ്ങൾ ഹഹ വാവ് എന്ന കമന്റോടെയാണ് ഡോജ് സംഘത്തിന്റെ തലവനായിട്ടുള്ള എലോൺ മസ്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. പൗരന്മാരെ ചങ്ങലയിൽ ബന്ധിച്ച് അമേരിക്കൻ യുദ്ധവിമാനത്തിൽ തിരിച്ചയക്കുന്നതിനെതിരെ വിവിധ രാജ്യങ്ങൾ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് ഈ ദൃശ്യങ്ങൾ വൈറ്റ് ഹൌസ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും US അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വളരെ വലിയ സാമൂഹിക ചർച്ചയ്ക്കാണ് ഇത്തരമൊരു നടപടി വഴിവെക്കുന്നത്. ഇതിനിടെ ഇത്തരത്തിലുള്ള അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൽ സഹകരിക്കാൻ തയ്യാറാണെന്ന് കോസ്റ്റാറിക്ക അറിയിച്ച് രംഗത്തെത്തുന്നുണ്ട്. മലേഷ്യയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള 200 കുടിയേറ്റക്കാരെ ബുധനാഴ്ച അമേരിക്ക വാണിജ്യ വിമാനത്തിൽ കോസ്റ്റാറിക്കയിൽ എത്തിക്കും എന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവരെ അതാത് രാജ്യങ്ങളിലേക്ക് അയക്കുന്ന നടപടിക്ക് അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നാണ് കോസ്റ്റാറിക്ക പ്രസിഡൻഷ്യൽ ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൽ സഹകരിക്കുന്ന മധ്യ അമേരിക്കയിലെ 3ാമത്തെ രാജ്യമാണ് കോസ്റ്റാറിക്ക.